കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഈ രാത്രിയിൽ തുടർന്ന് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു എപ്പിസോഡ് ഓഫ് റോമൻസ് ചാപ്റ്റർ 5. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ആ വേദഭാഗത്ത് നിന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് 5-ാമത്തെ അധ്യായം അതിൻ്റെ പ്രാരംഭ 11 വാക്യങ്ങൾ വിശദമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നീതീകരണം മുഖാന്തരം, അല്ലെങ്കിൽ ദൈവം നമ്മളെ അവിടുത്തെ കൃപയാൽ ക്രിസ്തുയേശുവിൽ നമ്മളെ നീതീകരിക്കുന്നത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഒരു ദൈവ പൈതലിൽ കാണുവാൻ കഴിയുന്ന ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ട ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീതീകരണത്തിൻ്റെ പ്രായോഗികമാകുന്ന വശമെന്താണ്. Last few weeks we have been speaking about the fruits or effects of justification, and when God justifies a sinner freely by His grace and faith in the Lord Jesus Christ, how does it pan out in our everyday life? Because this is not ivory tower theology Paul is giving us in here. This is such a mundane, down-to-earth, very practical. And there is, of course, a practical outworking of what has really happened in the life of a sinner. That is there always, or it has to be as we grow in sanctification. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇത് കേവലമാകുന്ന ഒരു തത്വങ്ങളൊന്നുമല്ല പൗലോസ് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നഷ്ടപ്പെട്ട പാപിയെ കൃപയാൽ കർത്താവ് നീതീകരിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയിൽ വളരെ പ്രായോഗികമായിട്ട് ഉണ്ടാകുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. So we will focus our attention this evening mainly verses 5 to 11, but let me give you an outline of the whole passage, that is from 1 to 11. We have seen, first of all, we have peace with God, verse 1, as a direct result of being justified. We have peace with God. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മളതിനെക്കുറിച്ച് വിശദീകരിച്ചതായതുകൊണ്ട് ഞാനൊന്നും ആ ഭാഗത്ത് പറയുന്നില്ല. Secondly, we have access by faith into this grace in which we stand. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം പ്രവേശനമുണ്ട്. വേഴ്സ് 2, നമ്മൾ ആ ഭാഗവും ശ്രദ്ധിക്കുകയുണ്ടായി. ആൻഡ് thirdly, വേഴ്സ് 2, we rejoice in the hope of the glory of God. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. We exult. And then that is where we focused last week. In verses 3 to 8, we rejoice in our suffering. So, what does it mean? We have explained it a little bit last week, but we will make hopefully further progress tonight. That is verses 3 to 8. അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു.
Then when you come to verses 9 to 10, we shall be saved through Christ. നാം അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെടും, കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമുക്ക് നമ്മുടെ ആ വലിയ പ്രത്യാശ, നമ്മുടെ ഉറപ്പിനെ കുറിച്ച് പൗലോസ് അവിടെ പറയുകയാണ്. Verses 9 and 10. And in verse 11, Paul again concludes that portion of the scripture with, we also rejoice in God. നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പൗലോസ് നീതീകരണത്തിൻ്റെ ഫലമായിട്ട് വിശദമാക്കുന്നത്. Let us come back to verses 4 and 5. അതിൻ്റെ 4-5 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, മതിയാവും. സോ ഇൻ വേഴ്സസ് 3 to 8 we read, we also rejoice in suffering. So suffering is part and parcel of Christian life. We have seen that, and Jesus said so, apostles said so. For example, in Mark's Gospel, chapter 13 and verse 19, 24. And also, when you see that that great throng in eternity, in Revelation 7:14, we read about them as they have come from great tribulations. Of course, some people say that is not about the church, and some people think it is about the church. Leave aside all those controversies for now. But the Bible is so clear. The church will suffer in this world. That is there for sure. For example, John chapter 16 and verse 33. In this world, Jesus said, you have tribulations. And in Acts of the Apostles chapter 14 and verse 22, Paul says, we must go through many hardships to enter the kingdom of God. So there are many, many other verses in the Bible. So much of, and in fact, Paul uses the particular word here, which literally means pressures of life and tribulations for the sake of Christ, and sufferings from a fallen world, as we live in this fallen world and we live in this fallen body. All those things are included. So, sufferings in this life are there. One way or the other. One way or the other. That is there for sure. അപ്പോൾ പൗലോസിലൂടെ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് പറയാനുള്ളതാകുന്ന കാരണം താഴോട്ട് പറയുന്നതിന് മുൻപായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ദൈവവചനം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, വലിയൊരു പുരുഷാരം എല്ലാ
വിവിധ ഭാഷകൾ, ജാതികൾ, വംശങ്ങൾ. ഓക്കെ, അവർ യഹൂദന്മാരെന്നൊന്നുമല്ല പറയുന്നത്, ജാതികളും വംശങ്ങളും ഭാഷകളിൽ നിന്നുമുള്ള ഒത്തിരി പേര്. 7-4 വേണേ ഒന്ന് വായിച്ചോളൂ. റീഡ്. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന്. അതിന് മുകളിൽ പറഞ്ഞു ഇവർ. അതിൻ്റെ മുകളിൽ 7:13 വായിച്ചിട്ട് 14 വായിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ. നമ്മൾ ആ വേദഭാഗം മുകളിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർക്കും എണ്ണിക്കൂടാനാവാത്ത ഒരു മഹാപുരുഷാരത്തെ കുറിച്ചാണ് പറയുന്നത്. മഹാപുരുഷാരത്തെക്കുറിച്ച്, വലിയ പുരുഷാരം, അവരെ കുറിച്ച് പറയുമ്പോൾ വായിച്ചോ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം. എണ്ണിക്കൂടാനാവാത്ത ഒരു മഹാപുരുഷാരം. വായിച്ചു. എന്നിട്ട് വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും. ഓക്കെ, നമ്മുടെ പോയിന്റ്, ഇവർ എവിടെ നിന്ന് വന്നു എന്ന് മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചതിന്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. നോക്കുക, അപ്പോൾ അവരുടെ ഒരേ ഒരു അടിസ്ഥാനത്തിൽ അവരവിടെ വന്നത്. അവരവിടെ കഷ്ടം അനുഭവിച്ചത് കൊണ്ടൊന്നും അല്ല വന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വീണ്ടെടുക്കപ്പെട്ടവർ. പക്ഷേ അവരുടെ സവിശേഷത എന്താ? ദേ ഹാവ് കം ഫ്രം സച്ച് എ ഗ്രേറ്റ് ട്രിബുലേഷൻ. വലിയ കഷ്ടത്തിൽ നിന്ന് വന്നു. സോ ഗോഡ്സ് ചർച്ച്, these verses make it very clear, God's people have to go through tribulations. Okay, that is there for sure. And Paul says, നമ്മളിങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ we must go through many hardships to enter the kingdom of God. Acts of the Apostles, chapter 14 and verse 22. Okay, so what attitude should Christians adopt to these tribulations? What must be the attitude of a Christian? എന്തൊരു മനോഭാവമായിരിക്കണം ആ കഷ്ടതയിൽ ദൈവജനത്തിന് ഉണ്ടായിരിക്കേണ്ടത്? പോൾ ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത്, we rejoice in our suffering. So എന്തായിരിക്കണം കഷ്ടതയോടുള്ള ദൈവമക്കളുടെ പ്രതികരണം? ഓക്കെ, വാട്ട് മസ്റ്റ് ബി ദ ആറ്റിറ്റ്യൂഡ്? പോൾ സേസ്, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കും. പക്ഷേ സോ what is he talking about? Rejoicing in suffering? This is not that syndrome of, I have told you last week, or that sickness of finding joy in pain. അതായത് കഷ്ടതയിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത അതിൽ തന്നെ ഈവിളാണ്. അതിന് യാതൊരു സംശയവുമില്ല. കഷ്ടത ഈവിളാണ്. അത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ ഉണ്ടായിരുന്നൊരു കാര്യമല്ല, ഇൻട്രൂഡ് ചെയ്തതാണ് ഇതിലേക്ക്. പക്ഷെങ്കിൽ അത് തന്നെ ദൈവം അതിനെ ഒരു പർപ്പസിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുക. ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ
എന്തുകൊണ്ടാണ് when we think about that suffering is not in and of itself good, what is the rationale behind rejoicing in suffering? What is God's rationale? എന്തുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ പറയുന്നത്? There are at least a number of reasons here. Number one, if you look at God's word, suffering is the one and only path to glory. It was so for Christ, it is so for Christians. And Paul will soon express that in chapter 8, verse 17. Okay? That is why we are to rejoice in them both. Because in 8 verse 17 Romans, we are co-heirs with Christ, if indeed we share in his sufferings, in order that we may also share in his glory. So, it was so with Christ, it is so with us. ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് കഷ്ടതയിലും പ്രശംസിക്കാനായിട്ട് അല്ലെങ്കിൽ സന്തോഷിക്കാനായിട്ട് കഴിയുന്നത്? അതിൻ്റെ കാരണം പൗലോസ് പറയുന്നത് കഷ്ടത അതിൽ തന്നെ നല്ലതായതുകൊണ്ടല്ല. അത് നല്ലതല്ല. എന്നാൽ കഷ്ടതയെന്നുള്ളത് ഈ പ്രസൻറ്റ് ഓർഡറിൽ അത് മഹത്വത്തിലേക്ക് നയിക്കുന്നത്. അത് ക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു, ദൈവമക്കളെ സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ ബാക്കി പറയാമോ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? ഹാ ബുദ്ധിയില്ലാത്തവരെ, തിരുവഴുത്ത് അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? തിരുവഴുത്ത് പറയുന്നത് എല്ലാം അവർ മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ്. ഏതാണ്ടൊക്കെ അറിയായിരുന്നു, കുറച്ചറിയായിരുന്നു, പക്ഷേ എല്ലാം അറിയത്തില്ലായിരുന്നു. അതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കർത്താവ് തർജ്ജനം ചെയ്യുന്നത്. സോ when Jesus Christ, while walking on that Emmaus road on the evening of resurrection day, Jesus was in fact rebuking his disciples. Don't you know that Christ has to suffer and then enter into his glory? He rebukes them and he calls them foolish. Okay, because they didn't want to believe all the things that were written about Christ. They only, just like all of us, we all want to pick and choose. We all want to pick and choose. And that is why we have that so-called promise verses in 31st of December. Promise verses. We pick and choose. We pick and choose. Leaving all the context. There is no promise without the context. Okay? നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഈ ആഴ്ചയിൽ എന്നെ സന്തോഷിപ്പിച്ച വാക്യം, എന്നോട് സംസാരിച്ച, എൻ്റെ കുറവുകളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയ, എൻ്റെ സഹോദരനോട് പോയി നിരപ്പാകണമെന്ന് എന്നോട് പറഞ്ഞ വാക്യം ഇതാണെന്ന് ഞാൻ ഇന്നുവരെ എൻ്റെ ഇത്രയും വർഷത്തെ ശുശ്രൂഷയിൽ കേട്ടിട്ടില്ല. വൈ? അതില്ലാത്തതുകൊണ്ടാണോ? അല്ല. വി വാണ്ട് ടു പിക്ക് ആൻഡ് ചൂസ്. സോ അത് നമ്മൾ മനസ്സിലാക്കണം. സോ ഒന്നാമത്തെ കാര്യം, the first thing is, suffering is, it will finally lead to glory. It was so with Christ, it is so with Christians. And we know 8 verse 17, 8:17 ഒന്ന് വായിച്ചോ മലയാളത്തിൽ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു,
ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്. ഇതൊക്കെ നമ്മൾ പറയും, ഓ ഞങ്ങൾ മക്കളെങ്കിലും അവകാശികളാകുന്നു, രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശം, ദാരിദ്ര്യമില്ലായ്മ ഞങ്ങളുടെ അവകാശം, ഇത് ഞങ്ങളുടെ അവകാശം, അത് ഞങ്ങളുടെ അവകാശം. അങ്ങനല്ല സുഹൃത്തെ എഴുതിയേക്കുന്നത്. റീഡ്. അങ്ങനെ അല്ല എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നേ? വായിച്ചോ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഫുൾ സ്റ്റോപ്പ് അല്ല. ഇൻഫാക്ട് ഒറിജിനൽ ലെറ്ററിൽ എന്താ പറയുക, പങ്ക്ച്വേഷൻസേ ഇല്ല. വായിച്ചോ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്. അവനോടുകൂടെ. അപ്പൊ എന്താണ് ക്രിസ്തുവിനോട്? ദൈവത്തിന്റെ അവകാശികളാണ് നമ്മൾ. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ് നമ്മൾ. എന്നിട്ട് അതെന്താണെന്ന് പറയുക. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണെന്നുള്ളത് ചില ഉപദേശിമാര് ദുർവ്യാഖ്യാനം ചെയ്യുമെന്നും അന്ന് എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഇന്ന് ചൊവ്വാഴ്ച വന്നിരിക്കുന്ന ദൈവമക്കളോട് അത് വിശദമാക്കണമെന്നും പരിശുദ്ധാത്മാവിന് 2000 വർഷത്തിന് മുമ്പേ അറിയാവുന്നതുകൊണ്ട് വ്യക്തമായിട്ട് അവിടെ എഴുതി, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. അവനോടുകൂടെ കഷ്ടമനുഭവിച്ച. എന്താണ് കൂട്ടവകാശികളെന്ന് പറഞ്ഞാൽ? എല്ലാത്തിനും കൂട്ടവകാശികളാ. എന്തിനൊക്കെ കൂട്ടവകാശികളാ? കഷ്ടം അനുഭവിക്കാൻ കൂട്ടവകാശിയാണോ? തേജസ്സിന് കൂട്ടവകാശിയാ. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമ്പർ 1, we have to rejoice in suffering because that identifies us with Christ. When somebody mocks you because you are a Christian, you are identified with Christ. And then we have to rejoice. And whatever we endure, because we are a Christian, we can rejoice because that identifies me with Christ. And that is the reason. Not because we want suffering. No, I don't want suffering. I don't want any pain. I don't want. But I have to go through sometimes if God allows that. Okay? എനിക്ക് വേണ്ട, നിങ്ങൾക്കും വേണ്ട. ഇൻഫാക്റ്റ് നമുക്കൊരു രോഗം വന്നാൽ കർത്താവെ സൗഖ്യം തരണേന്ന് തന്നെ പ്രാർത്ഥിക്കണം, അല്ലേ? നമുക്കൊരു രോഗം ഉണ്ടായാൽ ലെറ്റ്സ് പ്രേ, ലോർഡ് ഹീൽ മീ ഓർ ഹീൽ us. ദാറ്റ് ഈസ് ദ റൈറ്റ് പ്രെയർ. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു പ്രയാസം ഉണ്ടായ കർത്താവെ അതിൽ നിന്ന് വിടുവിക്കണേ, അത് റൈറ്റാണ്. നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് സൗഖ്യം തരും, കർത്താവ് സൗഖ്യം തരട്ടെ. എന്നാൽ അത് നമ്മൾ എൻഡ്യൂർ ചെയ്യുമ്പോൾ പോൾ പറയുക റിജോയ്സ്. മനസ്സിലായല്ലോ അതിൻ്റെ കൃത്യമാകുന്ന ബാലൻസ്? ഓക്കെ. സെക്കൻഡ്ലി, ഇഫ് സഫറിങ് ലീഡ്സ് ടു ഗ്ലോറി ഇൻ ദ എൻഡ്, it leads to maturity meanwhile. ഓക്കെ. അപ്പോൾ കഷ്ടതയെന്നുള്ളതിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം നമ്മൾ ഒന്നാമത്തേത് കണ്ടു. രണ്ടാമത്തെ വിഷയം, അത് തേജസ്സിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് വരാനുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ആ കഷ്ടത എന്താ എന്നിൽ ചെയ്യുന്നത്? എന്നെ മെച്വറാക്കുന്നു. എൻ്റെ റഫ് എഡ്ജസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്മൂതൻ ചെയ്യുന്നു. എനിക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള താഴ്മ കിട്ടുന്നു. എനിക്ക് മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് കിട്ടുന്നു.
ഇല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഈ എന്ത് കാര്യവും എടുക്കട്ടെ, പല കാര്യങ്ങളും അത് അനുഭവിക്കാത്തവർക്ക് അനുഭവിച്ചവരുടെ വേദനയൊന്നും വലിയ വിഷയമല്ല. എന്നാൽ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ നമ്മളെന്ത് ചെയ്യും? മറ്റൊരാളെ ലുക്ക് ഡൗൺ ചെയ്യാതെ, യെസ്, കയ്യിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ ഒരു സഹോദരനെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് പരിഹാസരൂപേണ ചിന്തിക്കുകയല്ല. യെസ് ഇൻഡീഡ്, ഇറ്റ് ഈസ് എ ട്രബിളിങ് തിങ്. ബിക്കോസ് നമുക്കറിയാം അത് നമ്മളെ വേദനപ്പെടുത്തുന്നതാണ്, അല്ലേ? ഇതിനോട് ഐഡൻറ്റിഫൈ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിനോട് ഐഡൻറ്റിഫൈ ചെയ്താലേ വേറൊരാളെ മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ ഒരു വ്യക്തി ഒരു സഫറിങ്ങിൽ കൂടെ കടന്നു പോയാൽ ഒന്നാമതായിട്ട് ആ വ്യക്തിയുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. ക്യാരക്ടർ. ഓക്കെ? സോ the second reason why we must or we can rejoice in suffering is suffering is productive if we respond to it in a right way. Instead of bitterness, instead of anger, instead of all such things, even if you are angry at something, even if you are angry, I would suggest you be angry in prayer. Why do I say that? Why do I say that? You are wondering why. Oh, can we get angry at God? I think. But how God treats my anger, I'll tell you. The same way you and I treat the anger of a little one. How do we treat that? എടുത്തെറിയാന്നോ? എറിയുന്ന ചിലരുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? We simply take that into our stride. കാരണം നമുക്ക് എന്നെ അറിയാം. നമ്മുടെ കൊച്ചു ഒരു വേദനയെടുത്ത് കരയുന്നു, അപ്പം ആങ്കർ ആകുന്നു, അല്ലേ? നമ്മളോടും ചിലപ്പം അവരെ വീണെടുത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ ഇട്ട് അടി തന്നിരിക്കും. ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ പേരൻസ് എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ വേ സംടൈംസ് ഹാപ്പൻസ്. I'll tell you something. We all know the Bible passage of Job, I think. But when you come to the last chapter, God was angry against Job's 3 friends. Whereas concerning Job, God tells, I am angry at you, telling to the 3 friends, I am angry at you because you didn't speak what is worthy of me, just as my servant Job. But read what all things Job said. When I see, I will tell him in my face. All such statements we read. അല്ലേ? യോബിൻ്റെ പുസ്തകം നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പം യഹോവ ജോബിൻ്റെ 3 സ്നേഹിതന്മാരോട് കോപിക്കുന്നു. പക്ഷേ ജോബിനോട് കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളോട് ഞാൻ കോപിക്കുന്നു, കാരണം എൻ്റെ ദാസനാകുന്ന ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ലെന്ന്. പക്ഷേ 35 അധ്യായം വരെ ഒന്ന് വായിച്ചു നോക്ക്, എന്നെല്ലാമാ പറഞ്ഞെന്നറിയാവോ? How did Yahweh treat that? Because Yahweh knew what Job was telling. Okay? നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കിയോന്ന് എനിക്കറിയത്തില്ല. യോബിൻ്റെ പുസ്തകം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ
സിമിലർ കാര്യങ്ങളൊക്കെ ആ യോബ് പറഞ്ഞത് ഈ സ്നേഹിതന്മാർ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. പക്ഷേ വ്യത്യാസം എന്നറിയാമോ? ഇൻഫാക്ട് ജോബ് വാസ് കംപ്ലൈനിങ് ടു ഗോഡ്. സോ even when we go through such trials and problems in life, even if you get angry, be angry at God on your knees, because He knows what is going through in your heart. Okay? And in fact, even when you get angry, finally, if you are truly praying, you will come to a realization that this is for my good. This is for my good. Okay. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഫറിങ്സിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലൂടെയാണ് അത് നമ്മെ ഷെയ്പ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ ഷെയ്പ്പ് ചെയ്യാൻ പോകുന്നത്. ചിലർക്ക് ഷോർട്ടായിരിക്കും, ചിലർക്ക് ദീർഘമായ സമയമായിരിക്കും ദൈവം അനുവദിക്കുന്നത്. അത് ദൈവത്തിനറിയാം എന്താ വേണ്ടിയെന്ന്. ചിലർ പറയും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതാ നമുക്ക് വേണ്ടത്. അവിടെയാണ് നമ്മൾ ഏറ്റവും വൾണറബിളായിട്ടുള്ളത്. അവിടെയാണ് ദൈവം നമ്മളെ തൊടുന്നത്, അവിടെയാണ് നമ്മളെ ഷെയ്പ്പ് ചെയ്യുന്നത്. ഇത് ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാത്തവർക്കൊന്നും ഇത് വിഷയമല്ല. ദൈവമക്കളുടെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സഫറിങ് എന്തുണ്ടാക്കും? കഷ്ടത, സഹിഷ്ണുത. സോ സഫറിങ് വിൽ പ്രൊഡ്യൂസ് പെർസിവിയറൻസ്. സോ if there is nothing for me to suffer, how on earth there will be perseverance? If there is nothing for me to endure, then how on earth there will be endurance? Endurance won't happen in a vacuum. It will only happen when something is there for me to endure. Okay. അപ്പോൾ സഹിഷ്ണുത എനിക്ക് വേണം, നല്ലൊരു ഗുണമാണ്. പക്ഷേ സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ സഹിക്കാൻ എനിക്ക് ചിലപ്പം പലതും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് സഹിഷ്ണുത ഉണ്ടെന്ന് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും, അടുത്തത് സഹിഷ്ണുത സിദ്ധതയെയും. ഇത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. സോ perseverance produces character. Character is the quality of a person who has been tested and has passed the test. സിദ്ധത എന്ന് അല്ലെങ്കിൽ ചില ഭാഷാന്തരത്തിൽ ജെബി ഫിലിപ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ മെച്യൂർ ക്യാരക്ടർ. ഇറ്റ് ഈസ് എ മെച്യൂർ ക്യാരക്ടർ. And see, there are two things. Behavior is there, character is there. We all know how to behave well. We all know. Behavior ഉണ്ട്, ക്യാരക്ടറും ഉണ്ട്. ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞു ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നു, അതിഥിയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് ഒരു വിലയേറിയ ഗ്ലാസ് വീണങ്ങ് പൊട്ടി. അപ്പം നമ്മൾ സാരമില്ല, പോട്ട് സാരമില്ല. അതേ സംഭവം പിന്നെ വേറൊരു മെമ്പറിൻ്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചെങ്കിൽ എന്തോ ആയിരിക്കും പ്രതികരണം? അതിൻ്റെ പേരാ ക്യാരക്ടർ. മനസ്സിലായോ? അന്നേരം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതാണ് ക്യാരക്ടർ. മറ്റേത് ബിഹേവിയറാണ്. ബിഹേവ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്താ? കേവലം ബിഹേവിയർ അല്ല, ക്യാരക്ടറാണ്. നമ്മൾ വാട്ട് എ പേഴ്സൺ റിയലി ഈസ്, ദാറ്റ് ഈസ് ക്യാരക്ടർ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ അതാ ക്യാരക്ടർ. പോൾ ഇവിടെ പറയുക വി റിജോയ്സ് ബിക്കോസ്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു. ഓക്കെ. And the last link in the chain is that character produces
hope. So it is a full circle. It is a full circle. Look at that. നമ്മൾ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങിയേച്ച് പറഞ്ഞു, അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഓക്കെ, എന്നിട്ട് പറയാ, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഇംഗ്ലീഷിൽ അതിനെ ചേർത്താ വെച്ചേക്കുന്നത്. ആക്ച്വലി അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ എന്തുകൊണ്ടാണ് അത് രണ്ടായേക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനെ ചേർത്ത്, ആൻഡ് ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം. ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം. അതായത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് പോൾ പറയുന്നേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, see, now this hope will not put us to shame. There are many Old Testament passages like Psalm 22:6, 25:3, 20, Isaiah 28:16. Can you read these passages? ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. Actually, the verse I was looking for, നിന്നിൽ ലജ്ജിച്ചു പോവുകയില്ല. വേഴ്സ് 5 അല്ലേ? അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഓക്കെ, വേഴ്സ് ചാപ്റ്റർ Psalm number 25 verse 3. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. Isaiah 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവൻ, ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, they will not be ashamed. Okay, so ഈ വേദഭാഗങ്ങളുടെ ഒരോർമ്മയാണ് നമുക്ക് ഈ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ. And hope does not put us to shame. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? Maybe it is because God, who is developing our character in the present, can be relied on for future too. അപ്പോൾ ദൈവം നമ്മുടെ ക്യാരക്ടറിനെ, നമ്മളെ ആരാക്കുന്നോ, സിദ്ധതയുള്ളവരാക്കുന്നോ, ആ ദൈവത്തെ, നമ്മിലൊരു നല്ല പ്രവൃത്തിയെ ചെയ്യുന്ന, നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ദൈവത്തെ, we can trust him for future. So we hope in God. And ആ ഹോപ്പ് എന്താ? കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കോപത്തിനല്ല, പിന്നെ നമ്മളെ ദൈവം ആ നിത്യജീവന് വേണ്ടി ഇവിടെ ഒരുക്കുന്നു എന്ന ആ ഒരു പ്രത്യാശ, ആ പ്രത്യാശയ്ക്ക് എന്തു വരുന്നില്ല? ഭംഗം വരുന്നില്ല. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട്, suffering is the best context in which to become assured of God's love. So the third thing, when you read the following verses until verse 8, we read suffering is the best context in which
we are assured of God's love. That is why we can still rejoicing in suffering. Okay. And why we can be assured of God's love in the context of suffering? Paul gives reasons. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുന്നു? അതിൻ്റെ കാരണം പൗലോസ് പറയുക, വേഴ്സ് 5, 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Okay, so Paul, what Paul is telling us here, how do we know that we can have that assurance? Why? The ultimate ground of our hope that we will not be condemned in God's judgment seat. We will not be condemned. What is the ground? The ground of our hope of glory, it is the steadfast love of God. അതാണ് നമ്മുടെ അടിസ്ഥാനം. എന്തുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല? പൗലോസ് പറയുക, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിപ്പാനായിട്ട് കഴിയും? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആ സ്നേഹം എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു? ഒന്നാമതായിട്ട് പോൾ പറയുന്ന കാര്യം, 5-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, വേഴ്സ് 5, it is because God's love has been poured into our hearts through the Holy Spirit who has been given to us. So when we have the gift of the Holy Spirit, a justified believer, as he has the gift of the Holy Spirit, that Holy Spirit is within us. Of course, there are deeper experiences of being filled with the Spirit, and all such things are there, to be sure. All those things are there, but the primary thing, Holy Spirit comes into the heart of a believer when he is justified freely. So when that happens, it is a lasting consequence of justification by faith. And when we have the Holy Spirit, one of the distinctive ministries of the Holy Spirit is to make us aware of God's love. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളിൽ ഒന്ന്, പ്രത്യേകിച്ച് ദൈവമക്കൾ ജീവിതത്തിലെ പ്രയാസകരമാകുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവെയറാകും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് അവെയർനെസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, it is not simply God loves us. Rather, the word Paul uses here, God's love has been poured into our hearts through the Holy Spirit who has been given to us. Okay? It is like a flood. God's love. When the Holy Spirit is there in my heart, in your heart, when we go through trials, when we go through problems in life, one of the ministries of the Holy Spirit is this, that Holy Spirit makes us aware, deeply aware of God's love towards us. There are times
we doubt, especially when we go through adverse situations in life. That is when we doubt God's love, whether He loves us. And during that time, Holy Spirit makes us refreshingly aware of God's love, because it has been poured out. It's been flooding in our heart, God's love. അതായത് പല സന്ദർഭങ്ങളിലും ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ട് നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിപ്പാനായിട്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിൽ ആ കൺജങ്ഷൻസ്, സംയോജിത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വായിക്കുന്ന ആൻഡ് ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, അതായത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. മലയാളത്തിൽ എന്തുകൊണ്ടോ അതില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സോ അറ്റ് പ്രസൻറ്റ് വെൻ എ ചൈൽഡ് ഓഫ് ഗോഡ് ഗോസ് ത്രൂ മാനിഫോൾഡ് സഫറിങ്സ്, പലവിധമാകുന്ന കഷ്ടങ്ങളാൽ അതിൽ കൂടെ ഒരു ദൈവപൈതൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ ഡൗട്ട് ഉണ്ടാകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അവെയർനെസ് തരുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ അഷ്വറൻസ് നമുക്ക് തരുന്നത്? പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ ഫോർ എ ലിറ്റിൽ ചൈൽഡ് ടു ബി അഷ്വേർഡ് ഓഫ് the love of the parents. It is so very important in developing the character, forming the character of a child. I am talking about our human relationship. That children must be assured of the love of the parents. Even when parents discipline them, disciplining should be in the context of love, and that love children should understand. That is so very important to forming the character of a child. If that is the case with a human being, how much more? Because the perfect fatherhood is in our Heavenly Father. There is no father like our Heavenly Father. No father on earth can compete in the perfection of our Heavenly Father. The fatherhood of God the Father far surpasses all the fathers of the world. ലോകത്തിലുള്ള സകല പിതാക്കന്മാരെക്കാളും പെർഫെക്റ്റായിട്ടുള്ള ഒരു പിതാവ് സ്വർഗസ്ഥനാകുന്ന നമ്മുടെ പിതാവാണ്. ഭൂമിയിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുവാൻ, അവൻ്റെ ക്യാരക്ടറിനെ ഷെയ്പ്പ് ചെയ്യുവാൻ മാതാപിതാക്കളുടെ സ്നേഹം, അവർ കുഞ്ഞിനെ ശിക്ഷിക്കുമ്പോഴും ആ സ്നേഹത്തെക്കുറിച്ച് ആ കുഞ്ഞിന് ബോധം വരണം, അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ഷെയ്പ്പ് ആകത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ, ഒരു ഹ്യൂമൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയാണെങ്കിൽ, ദൈവം എങ്ങനെയായിരിക്കും ഒരു ദൈവം ഇതിനോട് ഇടപെടുന്നത്? We need to be assured of God's love when we go through the sufferings of life. ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം, അതിനെക്കുറിച്ച് നമുക്ക് ആ അവെയർനെസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഒന്നാമത് നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവാണ് അതിനെക്കുറിച്ച് നമുക്ക് അവെയർനെസ് തരുന്നത്. രണ്ടാമതായിട്ട്, സെക്കൻഡ്ലി, ഹൗ ഡസ് അഷ്വർ us of his love, or how does he prove his love for us? Paul says,
No. That Christ died for us while we were yet sinners. Verse 8. എട്ടാമത്തെ വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അവയർനെസ് തരുന്ന ഒന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് തരുന്നു. പിന്നെ എങ്ങനെയാണ് അത് തരുന്നത്? നമ്മൾ കാണുന്നു, പോൾ പറയുകയാണ്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം നമുക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, സോ God proves His love towards us through verse 8. But God shows His love for us in that while we were still sinners, Christ died for us. In order to grasp the meaning of this verse, we need to remember that the essence of loving is giving. The essence of loving is giving. ഓക്കെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ, ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, സ്നേഹം വെറുതെ വാക്കല്ല, സെൻറ്റിമെൻറ്റാലിറ്റി അല്ല. പിന്നെന്താ സ്നേഹം? ഹൗ മച്ച് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ, if the essence of love is giving, then the Bible says God so loved the world that He gave His one and only Son. അപ്പോൾ കൊടുക്കുന്നതിലൂടെയാണ് സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതെങ്കിൽ, വേദപുസ്തകം പറയുന്നു, ദൈവം നാം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആൻഡ് ഓൾസോ പോൾ സേസ് ഇൻ ഗലേഷ്യൻസ് ചാപ്റ്റർ 2 and verse 20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസം. അപ്പോൾ എന്നെ കർത്താവ് സ്നേഹിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ എനിക്ക് വേണ്ടി നൽകി. സോ പോൾ സേസ് ഇൻ ഗലേഷ്യൻസ് ചാപ്റ്റർ 2 and verse 20, he says, the Son of God loved me and gave Himself for me. And not only that, it is not only about giving. The degree of love is measured partly by the costliness of the giver, costliness of the gift to the giver, and partly by the worthiness or unworthiness of the beneficiary. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ആ അളവുകോൽ നൽകുന്നതിലൂടെയാണെങ്കിൽ, അത് ആ ദാനം നൽകുന്ന വ്യക്തിക്ക് ആ ദാനം നിമിത്തം എന്തു വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതും, ആ ദാനം സ്വീകരിക്കുന്നവർ അവർ എത്രത്തോളം അർഹരായിരിക്കുന്നു എന്നുള്ളതും വെച്ചിട്ടാണ് സ്നേഹത്തിൻ്റെ ആഴം അളക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അളക്കുകയാണെങ്കിൽ, the more the gift costs the giver and the less the recipient deserves it, the greater the love is seen to be. Okay, അപ്പോൾ വലിയ വില ആ ദാനം തരുന്നയാൾക്കുണ്ടായെങ്കിൽ, അത് സ്വീകരിക്കുന്ന ആളിന് അവന് അതിനൊട്ടും യോഗ്യനല്ലെങ്കിൽ അത് ഭയങ്കര വിലയേറിയ സ്നേഹമാണ്, അല്ലേ? So God, when He loved us, He gave us the most precious gift.
He can give. ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ദാനം നമുക്ക് തന്നു, തൻ്റെ പുത്രനെ, അല്ലേ? സോ the costliness of gift is very clear in verse 6 and also verse 8 and verse 10. And the worthiness of the beneficiaries are there for us to see too. അപ്പോൾ ദൈവം ആ ദാനം തന്നപ്പോൾ ആ ദാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ പുത്രനെ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. പിന്നെ ആ ദാനം സ്വീകരിപ്പാൻ നമുക്കുള്ള യോഗ്യതയോ അല്ലെങ്കിൽ അയോഗ്യതയോ എന്തായിരുന്നു, അതും നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. നാം ബലഹീനരായിരിക്കുമ്പോൾ നമ്പർ 1, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ, when we were ungodly and അടുത്തത് and verse 8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, we were sinners, okay, and verse 10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്തിനായി ദൈവത്തോട് നിരപ്പ് വന്നു. നമ്മൾ പാപികളായിരുന്നു, നമ്മളെന്തായിരുന്നു? അഭക്തരായിരുന്നു. 6-ാമത്തെ വാക്യം, നമ്മൾ അഭക്തരായിരുന്നു, പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു, ബലഹീനരായിരുന്നു, ഇല്ലേ? ഇതായിരുന്നു നമ്മുടെ ക്വാളിറ്റി. നമ്മൾ ശത്രുക്കളായിരുന്നു, ദൈവത്തോട് നമ്മൾ എന്തായിരുന്നു? വി വർ എനിമീസ് ഓഫ് ഗോഡ്, എനിമീസ് ഓഫ് ഗോഡ്. ദെൻ വി വർ എന്തായിരുന്നു? We were ungodly. We never heard. We never sought God. We were ungodly. നമ്മൾ അഭക്തരായിരുന്നു. പിന്നെന്താ? നമ്മൾ ബലഹീനരായിരുന്നു. We were unable to save ourselves. Completely. എന്താ പറയുന്നേ? നമ്മൾ പൂർണ്ണമായിട്ടും ബലഹീനരായിരുന്നു. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നെ നമ്മളെന്തായിരുന്നു? പാപികളായിരുന്നു, അല്ലേ? പാപികളായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ ലംഘിച്ചു. വി വർ അൺഗോഡ്ലി, വി വർ വീക്ക്, വി വർ അൺഗോഡ്ലി ഇൻ ദാറ്റ് വി നെവർ സീക്ക് ഗോഡ്. വി വർ അൺഗോഡ്ലി, വി വർ എന്താ പറയുന്നേ? വി വർ sinners. We fall short of all the standards of God, and we were weak. We were unable to save ourselves, and we were enemies. Okay, all these qualities were there, and yet Christ died for us. There is a beautiful, beautiful book, Peace Child, written by Don Richardson. Don Richardson was a missionary to South Pacific Guinea Islands. It is a very beautiful book. In that, Don Richardson went to that island where so much of tribal wars were happening. And among the tribals, there was a custom. If somebody deceives somebody, how smart you are at deceiving somebody, you become the leader of the group. That was the custom. If you can deceive somebody, you are a hero. And when this missionary went to that place, he shared about the story of Jesus. And you know what happened? He explained the crucifixion and all the things leading up to crucifixion. And he happened to share Judas Iscariot. And because of Judas Iscariot,
Christ was crucified on the cross. You know the result? Judas became a hero. Judas became a hero there. It is Peace Child. You can read for yourselves. Don Richardson. I've read it so many years back. Judas became the hero. And the missionary team was so sad. How do we share the gospel? But there was a custom. There was a custom. Between they were always warring between them, always quarreling. So there was a custom to cease the hostilities. One tribe should give a child to the other tribe, and as long as this child is kept alive and well, there will be peace. That is the custom. And that is why the book is called Peace Child. Peace Child. If something happens to the child, then battle lines are drawn. Blood is going to be spilled. Okay, blood will flow. That is going to happen. If something evil happens to the peace child from the other tribe into this tribe, something happens, then war is the result. And the missionaries came to know about this custom. And they shared the story of a peace child. What is that? The Prince of Peace. God the Father sent the Prince of Peace into the world, but the Prince of Peace they crucified. And now there should have been war and annihilation, complete destruction. Instead of destruction, Father God loves the world. The missionaries shared the story, and that clicked. You know, those islanders came to Christ. There are thriving Christian communities in that island today. This is not such a faraway story. It happened within 50 years. Not faraway story. ഈ കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പാപികൾ, ബലഹീനർ, ദൈവത്തോട് ശത്രുക്കൾ ആയിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ദൈവമക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറഞ്ഞ ആ ചരിത്രം ഒരു മിഷണറിയുടെ ചരിത്രമാണ്. സൗത്ത് പസഫിക്കിലുള്ളതാകുന്ന എൻ്റെ ഓർമ്മ ശരി, ഗിനിയൻ ദ്വീപുകളിലൊന്ന്, ആ ദ്വീപിൻ്റെ പേര് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. അവിടെ മിഷണറിയായിട്ട് കടന്നുപോയ ഡോൺ റിച്ചർഡ്സനും ആ പ്രിയപ്പെട്ടവർ കടന്നുപോയപ്പോൾ, ഐ തിങ്ക് സംബഡി ഹാസ് ഗോട്ട് ദ ബുക്ക് അല്ലേ, ഡോൺ റിച്ചർഡ്സൺ, പീസ് ചൈൽഡ്. ഓക്കെ, അവർ കടന്നുപോയപ്പം അവിടെ ഈ ഗോത്രവർഗക്കാരാ എപ്പോഴും യുദ്ധമാണ്, ഹെഡ് ഹണ്ടേഴ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. അവരുടെ ഇടയിൽ ആരാണോ ഏറ്റവും നന്നായിട്ട് അടുത്തവനെ വഞ്ചിക്കുന്നവൻ, ചതിക്കുന്നവൻ ഹീറോ ആകും. അതാണ് അവിടുത്തെ കാര്യം. ഇത് പല ഗോത്രങ്ങളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിച്ച് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അവിടെ ആമസോൺ കാടുകളിലുള്ള ഇക്കഡോറിൽ, അവിടെയും ഏകദേശം സിമിലർ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഇതാണ് കാര്യം. അവിടെ യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ, ക്രൂശിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ യൂദായെക്കുറിച്ച് പറയേണ്ടി വന്നു. ഒടുവിൽ യേശു കർത്താവ് ക്രൂശി മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം ചിരിക്കുകയും യൂദ അവരുടെ ഹീറോയുമായി. അങ്ങനെ സംഭവിച്ചേ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വലിയൊരു കാര്യം ചെയ്തു. ഇവരുടെ ഇടയിലുള്ളതാകുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് ഈ മിഷണറിമാർക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമല്ല,
അവിടെ 2 ഗോത്രങ്ങൾ തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ അതിന് ഒരു സമാധാനം ഉണ്ടാക്കാനായിട്ട് അവരുടെ ഇടയിൽ ഒരു കഷ്ടമുണ്ട്. 2 ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുഞ്ഞുങ്ങളെ കൈമാറും. ആ മാറുന്ന കുഞ്ഞിൻ്റെ പേരാണ് പീസ് ചൈൽഡ്, സമാധാനത്തിൻ്റെ ശിശു. അപ്പോൾ അവരുടെ എഗ്രിമെൻ്റ് ഇതാണ്, ഈ 2 കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെട്ടിരിക്കുക, അവരെ നന്നായിട്ട് പരിപാലിച്ചോണം, അവർക്ക് എന്തേലും പറ്റിയാൽ യുദ്ധം തുടങ്ങും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആ മിഷണറിമാർ ഈ സ്റ്റോറി പറഞ്ഞു. നോക്കണേ, സ്വർഗത്തിലെ പിതാവ് സമാധാനത്തിൻ്റെ പ്രഭുവിനെ ഭൂമിയിലോട്ട് അയച്ചു. പക്ഷേ ആ സമാധാന പ്രഭുവിനെ, ആ പീസ് ചൈൽഡിനെ അവർ ക്രൂശിച്ചു. എന്നിട്ടും ആ സമാധാനത്തിൻ്റെ പ്രഭു ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയാണ് ദൈവാത്മാവ് അവിടെ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തുകൊണ്ടാണ് കഷ്ടങ്ങളിൽ പ്രശംസിപ്പാനായിട്ട് ദൈവമക്കൾക്ക് കഴിയുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തന്നിരിക്കുന്ന നേരത്തെ നമ്മൾ കണ്ടു നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. 2, ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് ഹൃദയങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ തരുമ്പോൾ തന്നെ ചരിത്രത്തിൽ ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി തക്ക സമയത്ത് മരിക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ രാത്രി സമയം നമ്മെ തന്നെ വീണ്ടും ദൈവപാദപിടുത്തങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ കെ.ഒ. സ്റ്റീഫൻ പാസ്റ്റർ ദയവായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.